എല്ലാവിധ ഭാവങ്ങളും നേരുന്ന ജീവന് നന്നായി വരട്ടെ. ഓക്കെ. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോയൽ ക്രൂയിസർ എന്ന് പറയുന്ന നമ്മുടെ അർബാനിയാണ്. കാരണം നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഫുള്ള് വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡ് നമ്മുടെ HMT കോളനിയുടെ അടുത്തുള്ള ആ ഒരു ഹൈവേയുടെ അവിടെ ഇട്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, കുറേ വണ്ടികൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയയിലിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും കാരണം ഇപ്പോൾ ഈ വൈകിട്ട് സമയം കൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേങ്കിലും കുഴപ്പമില്ല. പക്ഷേങ്കിലും നമ്മൾ റോഡിൻ്റെ സെൻറ്ററിലിട്ട് വീഡിയോ എടുക്കണം. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താ സെൻറ്ററിലിട്ട് എടുക്കണം. പക്ഷേ അതല്ല, സെൻറ്ററിലിട്ട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ റോഡ് ഇങ്ങനെ വണ്ടികളിങ്ങനെ പോകുന്നൊരു സ്ഥലമൊന്നുമല്ല, ഇത് ബ്ലോക്ക് ചെയ്ത റോഡാണ്. അപ്പോൾ ഇതോ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വണ്ടിയിൽ. ഇതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള എല്ലാവിധ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് നമ്മൾ വണ്ടി ഇറക്കിയിരിക്കുക കേട്ടോ. ഇതുണ്ടോ, ഫ്രണ്ടിലാണ് നമ്മൾ TV ക്യാബിൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റീരിയോയുമായി ബന്ധപ്പെട്ട എല്ലാവിധ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്തു. സബ് അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ വർക്ക്, ഇപ്പോൾ യാത്രക്കാർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ കോൾ ഡ്രൈവർ സീറ്റിന് ഇതേപോലെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവർ ഡ്രൈവറിനാണെങ്കിലും ഒരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത്. ഇതുണ്ട് സീറ്റ് കവർ, ഞാൻ സൈഡ് ഡോർ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. ഇതുണ്ടോ, ഇതാകുമ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടോ എല്ലാ സീറ്റിനും സീറ്റ് കവർ, വൈറ്റ് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇട്ട് മൈക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് റെഡിയാക്കി നമ്മൾ ഇറക്കിയിരിക്കുക കേട്ടോ വണ്ടി. അപ്പോൾ ഫുള്ള് വർക്ക് കാര്യങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. പിന്നെ അതേപോലെ പുറത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് നമ്മൾ മാറിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ നല്ല ഹൈവേയിലൊക്കെ പോകുമ്പോൾ സൈഡിൽ നമുക്ക് ഈ വണ്ടി കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് യെല്ലോ കളർ മാറ്റിയിട്ട് ബോഡിയിൽ നമ്മൾ വൈറ്റ് കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കർട്ടൻ അതിൻ്റെ ബാക്കിലാണെങ്കിൽ ലാഡർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മേളിലാണ് നമ്മുടെ ന്യൂ മോഡൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാരിയറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റോയൽ ക്രൂയിസറിൻ്റെ അവരുടെ അഡ്രസ്സും അതേപോലെ ഒരു മൊബൈൽ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോട്ടയത്തുള്ള ആർക്ക് വേണമെങ്കിലും വിളിക്കാം, പുത്തൻ വണ്ടിയാണ്. അപ്പോൾ എന്ത് ട്രിപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ കിടക്കേണ്ടതുണ്ട്. അവരെല്ലാവരും നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഓണറിനെ ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടണം. അതേപോലെ തന്നെ നമ്മുടെ അഡീഷണൽ ലാഡർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മേളിലാണെന്നുണ്ടെങ്കിൽ ക്യാരിയറിൻ്റെ മേളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ലാഡറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടനും ഐവറി കളറാണ് കർട്ടൻ കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാവിധ വർക്കുകളും ചെയ്ത് നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെ പരിചയപ്പെടണം. അതേപോലെ തന്നെ അവർക്ക് നമുക്ക് താക്കോലും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഡെലിവറിയാണ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി നല്ല നീറ്റായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങോട്ട് വന്നാട്ടോ. നമുക്ക് എന്തായാലും നമുക്ക് അവരെ പരിചയപ്പെടാം. അപ്പോൾ ഈ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മീനാകുമാരി ചേച്ചിയാണ്. പുള്ളിക്കാരത്തിൻ്റെ പേരിലാണ് ഈ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മുടെ രാജേഷ് സാറാണ്. രാജേഷ് സാർ ഇന്നിപ്പോൾ ക്ലാസ് ഒന്നും ഉണ്ടായില്ല അല്ലേ സാറേ? ഇന്ന് അവധിയായിരുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് 15 ഇന്ന് അവധിയായിരുന്നു. അപ്പോൾ അവിടെ ഇന്ന് മെയിനായിട്ട് ഇന്നലെ വരായിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഓഗസ്റ്റ് 15 ഇന്നിപ്പോൾ അവർക്കൊണ്ട് വരാൻ പറ്റി. അതേപോലെ പേരെന്തായിരുന്നു? ശങ്കർ. അവിടെ തന്നെയാണ് സ്ഥലം? ചിങ്ങവനം തന്നെ അല്ലേ? ഓക്കെ. നമ്മൾ ഗൗതം അല്ലേ? മോനാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അത് രാജ് സാറിൻ്റെ മകനാണ്. അതുപോലെ ഇത് നമ്മുടെ വണ്ടിയുടെ ആളാട്ടാ, പുള്ളിനെ ഏൽപ്പിച്ചാണല്ലേ. അതേപോലെ അനന്തു എന്നല്ലേ പേര്? അനന്തു. അപ്പോൾ അനന്തു ചിങ്ങവനം തന്നെ അല്ലേ? കല്ലറയാണല്ലേ? അത് കല്ലറയായിട്ട് അനന്തുവിനാണ് വണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഓടിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വർക്ക്ഷോപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം രാജേഷ് സാറിനോടും മിനി ചേച്ചിയോട് ചോദിക്കാം. 1-2 കാര്യങ്ങൾ രാജേഷ് സാർ എന്നോട് പറഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കണം അല്ലേ രാജേഷ് സാറേ? അപ്പോൾ എന്താ പറയാനുള്ള രാജേഷ് സാറേ, വർക്ക്ഷോപ്പിനെ പറ്റിയൊക്കെ എന്താ നമ്മുടെ അഭിപ്രായങ്ങൾ? ഞങ്ങൾ ഓഗസ്റ്റ് 8 വണ്ടി കൊടുത്തത്. അപ്പം ശരിക്കും 13 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും 13-14 കൊണ്ട് വർക്കെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ഓഗസ്റ്റ് 15 അവധിയാണ്, ഹയർ സെക്കൻഡറി സ്കൂളിന് അവധിയായ സ്കൂളിലൊക്കെ അവധിയായതുകൊണ്ട് ഇന്ന് 15 നല്ല ദിവസം രാഹുകാലൊക്കെ കഴിഞ്ഞ് വന്ന് വണ്ടി എടുത്തു, കൃത്യമായിട്ട് പണിയെല്ലാം ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്ന വർക്ക്ഷോപ്പ് നല്ല പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ജീപ്പിൻ്റെ ഹാർഡ് വർക്കാണെന്ന് തോന്നുന്നു. ഫ്രണ്ടൊക്കെ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയാക്കാനുണ്ട്. പക്ഷേ വർക്കെല്ലാം അടിപൊളിയാണ്. ടൈമിലി പ്രസൻറ്റേഷൻ അത് ഞങ്ങൾക്ക് വളരെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കൃത്യസമയത്ത് ഡെലിവറി ചെയ്തതിൽ. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു സാർ. മിനി ചേച്ചി എന്താ 1-2 വാക്ക് പറഞ്ഞു? മിനി ചേച്ചി എല്ലാവിധ ഭാവങ്ങളും നേരുന്ന ജീവന് നന്നായി വരട്ടെ. ഓക്കെ, താങ്ക് യു. തുടക്കത്തിലെ ഇത്രയും നന്നായിട്ട് ചെയ്തപ്പോൾ ഇനിയും കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് ജീവൻ നല്ലൊരു കേരളത്തിലെ നല്ലൊരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. ഓക്കെ മിനി ചേച്ചി. അപ്പോൾ എന്തായാലും നമുക്ക് താക്കോൽ കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വൈകി. കാരണം ഇപ്പോൾ വൈകിട്ട് 6 മണി സമയമായി. അപ്പോൾ നമുക്ക് എന്തായാലും താക്കോൽ കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് നമ്മൾ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാറേ, ശരിക്കും നമ്മുടെ ട്രാവൽസ് എവിടെയാണ് വരുന്നത്? കറക്റ്റ് സ്പോട്ട് ഇത് വണ്ടി ഓട്ടം, നമ്മുടെ വണ്ടി ഓട്ടം ആൾക്കാർക്ക് ഓട്ടം വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയ വണ്ടി മെയിനായിട്ട് ശരിക്കും നമ്മൾ കോട്ടയം ജില്ലയിൽ കല്ലറ എന്ന സ്ഥലത്താണ്. കല്ലറ. പിന്നെ അപ്പച്ചിയുടെ പേരിലാണ് വണ്ടി. ചിങ്ങവനം 2 സ്ഥലത്ത്, കോട്ടയം കല്ലറ, ചിങ്ങവനം. അപ്പൊ എന്താ ശരിക്കും പറഞ്ഞാൽ കോട്ടയം, ചിങ്ങവനം, വൈക്കം മുതൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും വിളിക്കാം അല്ലേ? ആ ഏരിയയിലുള്ള ഏറ്റുമാനൂര് അല്ലേ, നീണ്ടൂര്, അങ്ങനെ പിന്നെ കോട്ടയം കഴിഞ്ഞ് ചങ്ങനാശ്ശേരി, കടത്തുരുത്തിയൊക്കെ അല്ലേ?
ഓക്കെ. അപ്പോൾ ഏത് ഏരിയയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് റോയൽ ക്രൂയിസറിൻ്റെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം റേറ്റൊക്കെ അവർ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കാര്യങ്ങളെല്ലാം തരും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്നവർ കോട്ടയത്തും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ പുതിയൊരു സംരംഭമാണ് റോയൽ ക്രൂയിസർ എന്ന് പറഞ്ഞാൽ പുതിയൊരു സംരംഭമാണ്. ഇനിയും മീന ചേച്ചിക്ക് ഇനിയും കൂടുതൽ വണ്ടികളൊക്കെ എടുക്കാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നമ്മൾ പറയണം. അതിനോടൊപ്പം തന്നെ നമ്മളെന്തായാലും താക്കോൽ കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ആണല്ലേ കിളിയൂർ SNDP ഹയർ സെക്കൻഡറി സ്കൂളല്ലേ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഹായ് 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 അല്ലേ. ഓക്കെ, സാർ അവിടെ അല്ലേ? അവിടെയാണല്ലേ. ഓക്കെ. അപ്പോൾ സാറിൻ്റെ അവിടുത്തെ അധ്യാപകനല്ലേ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ നമ്മൾ താക്കോൽ കൊടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് അനന്തൂര് ക്യാമറ കൈമാറാൻ പോകണം കേട്ടോ. ഈ താക്കോല് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മീന ചേച്ചീനെയും രാജ് സാറിൻ്റെ അടുത്ത് നമ്മൾ ഏൽപ്പിക്കാൻ പോകും കേട്ടോ. കാരണം നമ്മുടെ എല്ലാവിധ വർക്കുകളും തീർത്ത് വളരെ സന്തോഷമായിട്ടും വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം കേട്ടോ. അപ്പോൾ നമ്മൾ താക്കോൽ കൊടുക്കാൻ പോകണ്. സാറ് മീന ചേച്ചിയാണോ? ഓക്കെ, വാങ്ങിച്ചു. ആരെത്തും വാങ്ങിക്കും, ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം സാറേ. അപ്പോൾ കാണാം ചേച്ചി. എന്തായാലും എറണാകുളത്തൊക്കെ വരുമ്പോൾ വിളിക്കണം, എന്താ ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.